ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് അഞ്ജന കെ നിവാസ്. ഞാൻ MSc ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ്. ഞാനിവിടെ മെയിനായിട്ട് ക്ലാസ് എടുക്കുന്നത് ഈ വരുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതിലെൻ്റെ ടോപ്പിക്ക് ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി. ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രിയിൽ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ ഇവാലുവേഷൻ ഓഫ് പ്രോട്ടീൻ ക്വാളിറ്റി. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിലുള്ള ഒരു മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. അത് നമ്മുടെ ബോഡിയിൽ ആവശ്യമാണ്. എന്തിനൊക്കെ? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്, പിന്നെ റിപ്പയറിങ് ടിഷ്യൂസ്, മസിൽസിൻ്റെ ഒക്കെ ഡെവലപ്മെന്റ്, അതിന്റെ ബിൽഡിങ് കാര്യങ്ങൾക്കൊക്കെ പ്രോട്ടീൻ ആവശ്യമാണ്. അങ്ങനെ ഒരു മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ എന്നുള്ളത്. പ്രോട്ടീനിന്റെ ബേസിക് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ക്ലാസ് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. അതിന്റെ ക്ലാസ് ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിളും ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാൻ, പ്രോട്ടീനിന്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ബേസിക് അതിന്റെ മോളിക്യൂൾ എന്ന് പറയുന്നത് അമിനോ ആസിഡ് ആണ്. അതാണ് അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ വൈസ് നോക്കുമ്പോൾ അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ് പ്രോട്ടീൻസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതില് ഈ പ്രോട്ടീനില് 60% നൈട്രജൻ കണ്ടന്റ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫുഡിലുള്ള പ്രോട്ടീനിന്റെ ക്വാളിറ്റി അളക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ആണ് ബയോളജിക്കൽ വാല്യൂ ഓഫ് പ്രോട്ടീൻസ് അഥവാ BV. അടുത്തതാണ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ അല്ലെങ്കിൽ PER. അത് കഴിഞ്ഞിട്ട് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ്, അതാണ് DC. അത് കഴിഞ്ഞിട്ട് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ, അതാണ് NPU. അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് റെസ്പിറേറ്ററി കോഷ്യന്റ്, അത് RQ. ഇത് ഇത്രയും വെച്ചിട്ടാണ് നമ്മുടെ ഫുഡിലുള്ള പ്രോട്ടീനിന്റെ ക്വാളിറ്റി നമ്മൾ അളക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയാൻ പോകുന്ന ബയോളജിക്കൽ വാല്യൂ ഓഫ് പ്രോട്ടീൻസിനെ പറ്റിയിട്ടാണ് BV. ഈ BV അഥവാ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് എൻ്റെ ഡെഫിനേഷൻ പറയാം, അത് കഴിഞ്ഞിട്ട് അതിന്റെ മീനിങ് പറയാം. BV എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് അബ്സോർബ്ഡ് പ്രോട്ടീൻ ഫ്രം എ ഫുഡ് which becomes incorporated into the proteins of organisms body. ഈ BV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിലുള്ള നമ്മൾ കഴിക്കുന്ന ഫുഡ് അതിലെ അഥവാ ഡയറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസ് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യും. ആ അബ്സോർബ്ഡ് പ്രോട്ടീനും പിന്നെ നമ്മുടെ ആ അബ്സോർബ്ഡ് പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ ഈ പ്രോട്ടീൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അത് തമ്മിലുള്ള പ്രൊപ്പോർഷൻ ആണ് ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. അതായത് അബ്സോർബ്ഡ് പ്രോട്ടീനും പിന്നെ ആ അബ്സോർബ്ഡ് പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അത് തമ്മിലുള്ള പ്രൊപ്പോർഷനെയാണ് ബയോളജിക്കൽ വാല്യൂ അഥവാ BV എന്ന് വിളിക്കുന്നത്. It captures how readily the digested protein can be used in the protein synthesis in the cells of the organisms. നമ്മൾ കഴിക്കുന്ന ഫുഡിനൊക്കെ കിട്ടുന്ന പ്രോട്ടീൻസ് ഒക്കെ നമ്മുടെ ബോഡി ഡൈജസ്റ്റ് ചെയ്യും. ആ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻ എത്ര പെട്ടെന്നാണ് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കണമല്ലോ, അതിന് ഹെൽപ്ഫുൾ ആവുന്നത്. അതിനെയാണ് ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. ഓരോ ഫുഡിനും ഓരോന്നായിരിക്കും ബയോളജിക്കൽ വാല്യൂ. ഫോർ എക്സാമ്പിൾ, എഗ്ഗിനാണ് ഏറ്റവും കൂടുതൽ ബയോളജിക്കൽ വാല്യൂ ഉള്ളത്. എഗ്ഗ് കൺസ്യൂം ചെയ്യുമ്പോഴാണ് നമുക്ക് അതില് എഗ്ഗിൽ ധാരാളം അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. എസെൻഷ്യൽ ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഓൾ അമിനോ ആസിഡ്സും നമുക്ക് എഗ്ഗിലുണ്ട്. നമ്മുടെ ഒരു ഡെയിലി കൺസ്യൂം ചെയ്യുന്ന എഗ്ഗിലുണ്ട്. അപ്പോൾ ആ എഗ്ഗിൽ നിന്ന് കിട്ടുന്ന അമിനോ ആസിഡ്സ് അഥവാ പ്രോട്ടീനെയാണ് നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും അത് യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്നത്. അപ്പോൾ എഗ്ഗിനാണ് ബയോളജിക്കൽ വാല്യൂ കൂടുതലുള്ളതെന്ന് പറയാം മറ്റു ഫുഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എഗ്ഗിനെ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്നാണ് വിളിക്കുന്നത്. അതായത് എഗ്ഗിന്റെ 96% നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും, അബ്സോർബ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. 96%. അപ്പോൾ ബയോളജിക്കൽ വാല്യൂ, എഗ്ഗിന്റെ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 96 ആണ്. ഈ ബയോളജിക്കൽ വാല്യൂ ഇറ്റ് ഈസ് എ സ്കെയിൽ ഓഫ് മെഷർമെന്റ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ വാട്ട് പെർസെന്റേജ് ഓഫ് എ ഗിവൻ ന്യൂട്രിയന്റ് സോഴ്സ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദ ബോഡി. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഈ ബയോളജിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാല് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡയറ്റ്, നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ഫുഡ് കഴിക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ ഉള്ള ന്യൂട്രിയൻസിനെ, അതിന്റെയൊക്കെ ന്യൂട്രിയൻസിനെ എത്ര പെർസെന്റേജ് നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്, അതിന്റെ ഒരു സ്കെയിലാണ്, അത് അളക്കാനുള്ള ഒരു സ്കെയിലാണ് ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഈ സ്കെയില് എല്ലാ ന്യൂട്രിയൻസ് വെച്ചും അല്ല, മെയിൻ ആയിട്ട്
പ്രോട്ടീനാണ് അപ്ലൈ ചെയ്യുന്നത്. ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്ന ഒരു സ്കെയിൽ ഓഫ് മെഷർമെന്റ് അപ്ലൈ ചെയ്യുന്നത് പ്രോട്ടീൻസിന്റെ കേസിലാണ്. ന്യൂട്രിയൻസ് എല്ലാ ന്യൂട്രിയൻസിനല്ല, പ്രോട്ടീൻസിനാണ്. പ്രോട്ടീൻസിനെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ബയോളജിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അഥവാ ഡയറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസ് നമ്മൾ ഇൻജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ബോഡി ഡൈജസ്റ്റ് ഒക്കെ ചെയ്ത് അബ്സോർബ് ചെയ്യും. ആ അബ്സോർബ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് നമ്മുടെ ബോഡിയിൽ ബാക്കി പ്രോട്ടീൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ എന്തുമാത്രം ഇൻകോർപ്പറേറ്റ് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് ആ ഫുഡിന്റെ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. അതായത് എത്ര പെട്ടെന്നാണ് നമ്മൾ കഴിച്ച ഫുഡിലുള്ള പ്രോട്ടീൻസിനൊക്കെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അത് അബ്സോർബ് ചെയ്ത് ബോഡിക്ക് ഒരു പ്രോട്ടീൻ സിന്തസിസ് ഈ സെൽസിലും അല്ല, അതായത് പ്ലാന്റ്സ് അല്ല, ഹ്യൂമൻസിലായാലും ആനിമൽസിലായാലും ഈ പ്രോട്ടീൻ സിന്തസിസിന് എത്ര പെട്ടെന്നാണോ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള പ്രോട്ടീനൊക്കെ അബ്സോർബ് ചെയ്ത് അതിനെ യൂട്ടിലൈസ് ചെയ്ത് പ്രോട്ടീൻ സിന്തസിസിനെ ഹെൽപ്ഫുൾ ആക്കുന്ന അതിനെയാണ് ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള എത്ര പെർസെൻറ്റേജ് ഓഫ് ന്യൂട്രിയൻ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്നുണ്ടോ അതാണ് ബയോളജിക്കൽ വാല്യൂ. സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ന്യൂട്രിയൻസിനെ അതിന്റെ എത്ര പെർസെൻറ്റേജ് നമ്മുടെ ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും പ്രോട്ടീൻ സിന്തസിസിനൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് എത്ര പെർസെൻറ്റേജ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അതിനെയാണ് ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നത് പ്രോട്ടീൻസിന് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്ന ഘടകം മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് intake of protein that determine nitrogen uptake versus nitrogen excretion. നൈട്രജൻ ഇവിടെ യൂസ് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ പ്രോട്ടീൻസിന്റെ ഒരു 60% നൈട്രജൻ ആണെന്ന് പറഞ്ഞു. നമ്മുടെ പ്രോട്ടീന്റെ സ്ട്രക്ചറിൽ നൈട്രജൻ കാണപ്പെടുന്നുണ്ട്. അപ്പൊ പ്രോട്ടീനില് 60% നൈട്രജൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഫുഡിനെ പ്രോട്ടീൻ എന്ന് പറയുന്നത് മാറ്റി നൈട്രജൻ, നമ്മൾ എന്തുമാത്രം നൈട്രജൻ നമ്മുടെ ബോഡിയിൽ കിട്ടുന്നുണ്ടോ അതും പിന്നെ എന്തുമാത്രം നമ്മുടെ ഫീക്കസ് ഒക്കെ വഴി അത് തമ്മിലുള്ളൊരു ആണ് ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. തിയററ്റിക്കൽ നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 100% ആണ്. അത് പോസിബിൾ അല്ല. ഒരു ഫുഡിനും 100% BV നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. BV എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ വാല്യൂ. ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ BV അഥവാ ബയോളജിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഹൗ വെൽ ആൻഡ് ഹൗ ക്വിക്ലി യുവർ ബോഡി ക്യാൻ യൂസ് ദ പ്രോട്ടീൻ യു കൺസ്യൂം. ഇത് തന്നെയാണ് കുറെ നേരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പല ഡെഫിനേഷനായിട്ട്. ഏത് ഡെഫിനേഷൻ പറഞ്ഞാലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മീനിങ് ആണ്. അതായത് എത്ര പെട്ടെന്നും എത്ര നന്നായിട്ടും നമ്മുടെ ബോഡിക്ക് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പ്രോട്ടീൻസ്, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡിലുള്ള പ്രോട്ടീൻസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന അതാണ് ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് BV എന്താന്ന് പറയാം. ഇപ്പൊ ഒരു നമ്മുടെ ബോഡിക്ക് 1 gram ഓഫ് ഫീനൈൽ അലാനിൻ എന്ന് പറഞ്ഞാല് ഒരു അമിനോ ആസിഡ് ആണ്. 1 gram ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഡെയിലി വേണം എന്ന് വിചാരിച്ചോ. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡില് 500 gram ഓഫ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതില് 0.5 gram മാത്രമേ നമ്മുടെ ബോഡിക്ക് ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് കിട്ടുന്നുള്ളൂ. എങ്കിൽ ആ ഫുഡിന്റെ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത് കുറവാണ്. മനസ്സിലായ? അതായത് നമ്മുടെ ബോഡിക്ക് ഡെയിലി 1 gram ഓഫ് ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് വേണം. നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് 500 gram. പക്ഷെ നമ്മുടെ ബോഡിക്ക് ആ 500 gram പ്രോട്ടീനിൽ നിന്ന് 0.5 gram ഓഫ് ഫീനൈൽ അലാനിൻ മാത്രമേ ഉള്ളൂവെങ്കിൽ അതിന്റെ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ആ ഫുഡിന്റെ ബയോളജിക്കൽ വാല്യൂ അഥവാ BV എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് ഈ 500 gram ഓഫ് പ്രോട്ടീൻ നമ്മൾ കൺസ്യൂം ചെയ്തെങ്കിലും അതിൽ കുറച്ച് മാത്രമേ ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കിയൊക്കെ ഫീക്കസ് വഴി എക്സ്ക്രീറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫുഡിന്റെ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതേസമയം നമ്മുടെ ബോഡിക്ക് ഇപ്പൊ 1 gram ഓഫ് ഫിനൈൽ അലാനിൻ വേണം. നമ്മുടെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡിൽ നിന്ന് 1 gram ഫിനൈൽ അലാനിൻ തന്നെ കിട്ടുന്നുണ്ട്, ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഫുഡിന്റെ ബയോളജിക്കൽ വാല്യൂ അഥവാ BV എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പൊ എന്താ
നമ്മുടെ ബോഡിക്ക് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ച് മാത്രമേ എക്സ്ക്രീറ്റ് ആയി പോകുന്നുള്ളൂ. അങ്ങനെയുള്ള ഫുഡിൽ BV എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. എ ലോ BV ക്യാൻ ബി കോമ്പൻസേറ്റഡ്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡിൽ ഇപ്പോൾ ഏതെങ്കിലും അമിനോ ആസിഡ് ലിമിറ്റിംഗ് ആണ് അല്ലെങ്കിൽ കുറവാണെങ്കിൽ ആ അമിനോ ആസിഡ് കൂടുതലുള്ള ഫുഡും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ അതിന്റെ ആ 2 ഫുഡ് ഐറ്റംസും കൂടെ കമ്പൈൻ ചെയ്ത് കഴിക്കുമ്പോൾ അതിന്റെ BV ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത് കൂടും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, സീരിയൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് അവിടെ ലിമിറ്റിംഗ് ആണ്. പക്ഷെ പൾസസ് എടുക്കുമ്പോൾ ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഹൈ ആണ്. പൾസസിൽ ലൈസിൻ റിച്ച് ആണ്, സീരിയൽസിൽ ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഡെഫിഷ്യന്റ് ആണ്. പക്ഷെ ഡെയിലി പൾസസ് ഒന്നും കൺസ്യൂം ചെയ്യാതെ സീരിയൽസ് ധാന്യവർഗ്ഗങ്ങൾ മാത്രം കഴിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും. പക്ഷെ അതേസമയം ധാന്യവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത്, അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ചോറും പയറും അങ്ങനെ എന്തെങ്കിലും, അതായത് ധാന്യവർഗ്ഗങ്ങൾ അല്ലെ ചപ്പാത്തി പയർ, അങ്ങനെ ധാന്യവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും കമ്പൈൻ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അയാളുടെ ആ ഫുഡിലുള്ള ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും കമ്പൈൻ ചെയ്ത് കഴിക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ വെൻ എ പ്രോട്ടീൻ ഈസ് ലോ ഇൻ ലൂസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് കുറവുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് ഒരു ഫുഡ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ പ്രോട്ടീനിൽ ലൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് കുറവാണെങ്കിൽ അതിന്റെ ബയോളജിക്കൽ വാല്യൂ കുറവായിരിക്കും. പക്ഷെ വേറൊരു ഫുഡിൽ ലൂസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റം ഉണ്ടെങ്കിൽ അതും ഈ ലൂസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് കുറവുള്ള ഫുഡും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അയാൾക്ക് ആ ഫുഡില് ബയോളജിക്കൽ വാല്യൂ ഹയർ ആയിരിക്കും. ഈ ലൂസിൻ കുറവുള്ള ഫുഡ് തന്നെ കഴിക്കുന്നതിലും കൂടുതൽ ബയോളജിക്കൽ വാല്യൂ ആയിരിക്കും അത് കമ്പൈൻ ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഈ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത് വെജിറ്റേറിയൻസിന്റെ ഒക്കെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവര് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാര് ആനിമൽ പ്രോട്ടീൻ ഒന്നും കഴിക്കുന്നില്ല. കമ്പാരിറ്റീവ്ലി ആനിമൽ പ്രോട്ടീനാണ് ബയോളജിക്കൽ വാല്യൂ കൂടുതലുള്ളത്. നമ്മുടെ ബോഡിക്ക് ആനിമൽ ഫുഡ്സിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസിനാണ് നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്നത് പ്ലാന്റ് ഫേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിന്റെ കേസിൽ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. ഈ ബയോളജിക്കൽ വാല്യൂ കുറഞ്ഞ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആ ഫുഡിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനെ കുറച്ച് ശതമാനം മാത്രമേ അബ്സോർബ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ഫിക്കസ് വഴി എക്സ്ക്രീറ്റ് ആയി പോവാണ് ചെയ്യുന്നത്. അപ്പൊ ബോഡിക്ക് വേണ്ട അത്ര അമിനോ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാനും ബാക്കി പ്രോട്ടീനൊക്കെ സിന്തസിസ് ചെയ്യാനും പറ്റാതെ വരും. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസ് മുമ്പേ പറഞ്ഞ പോലെ ഇപ്പൊ ഏതെങ്കിലും വെജ് സോഴ്സിൽ ഏതെങ്കിലും അമിനോ ആസിഡ് കുറവാണെങ്കിൽ ആ അമിനോ ആസിഡ് റിച്ച് ആയിട്ടുള്ള വെജ് സോഴ്സും കൂടെ കഴിച്ചിട്ട് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ BV കൂടുതൽ ബയോളജിക്കൽ വാല്യൂ കൂടുതലായിരിക്കും. അങ്ങനെയാണ് ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസ് ചിന്തിച്ച് ആലോചിച്ച് യുക്തിപൂർവ്വം വേണം പ്രോട്ടീൻ സോഴ്സ് റിച്ച് ആയിട്ടുള്ള ഫുഡ്, അതായത് ബയോളജിക്കൽ വാല്യൂ കൂടുതലുള്ള ഫുഡ് കഴിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരും, അമിനോ ആസിഡ് ഡെഫിഷ്യൻസീസ് ഒക്കെ വരും. കാരണം ബോഡിക്ക് ഈ BV കുറവുള്ള ബയോളജിക്കൽ വാല്യൂ കുറവുള്ള ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് മാത്രമേ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കിയൊക്കെ എക്സ്ക്രീറ്റ് ആയി പോവാണ്. അതുകൊണ്ട് കമ്പൈൻ ചെയ്ത് കഴിക്കുക. അതായത് ധാന്യവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ ഒരുമിച്ച് ഒരേ സമയം കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ബയോളജിക്കൽ വാല്യൂ കുറവുള്ള ഫുഡ് കഴിക്കുന്നതിലും കൂടുതലായിരിക്കും ഈ കോമ്പിനേഷൻ ഫുഡിൽ നിന്ന് കിട്ടുന്ന ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. എല്ലാ ഫുഡ് സോഴ്സും എടുത്ത് നോക്കുകയാണെങ്കിൽ എഗ് വൈറ്റ് പ്രോട്ടീനിലാണ് ബയോളജിക്കൽ വാല്യൂ കൂടുതലുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊരു ബെസ്റ്റ് അമിനോ ആസിഡ് കോമ്പിനേഷൻ ആണുള്ളത്. കാരണം നമ്മുടെ ബോഡിക്ക് വേണ്ട എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത് സ്വയം സിന്തസിസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് വേണം അത് കിട്ടാനായിട്ട്.
അമിനോ ആസിഡ്സിനെ പറയുന്നതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് പറയുന്നത്. ഈ എഗ് വൈറ്റ് പ്രോട്ടീനിന്റെ ഈ ഓൾമോസ്റ്റ് ഓൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് അത് പെട്ടെന്ന് റെഡിലി അബ്സോർബ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും ഒക്കെ പറ്റും. അതുകൊണ്ട് എഗ്ഗിനെയാണ് കംപ്ലീറ്റ് പ്രോട്ടീൻ അഥവാ ഹയസ്റ്റ് ബയോളജിക്കൽ വാല്യൂ ഉള്ള ഫുഡ് ഏതാന്ന് ചോദിച്ചാല് എഗ്ഗാണ് എഗ്ഗാണ് ഉത്തരം. 96% ബയോളജിക്കൽ വാല്യൂ ഉണ്ട്. പ്ലാന്റ് പ്രോട്ടീൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സീരിയൽസിൽ ലൈസിൻ ഡെഫിഷ്യന്റ് ആണ്, അതുപോലെ തന്നെ പൾസസിൽ മെഥിയോണിൻ ഡെഫിഷ്യന്റ് ആണ്. പക്ഷെ പൾസസിൽ ലൈസിൻ റിച്ച് ആണ്, സീരിയൽസിൽ മെഥിയോണിനും റിച്ച് ആണ്. അതുകൊണ്ട് സീരിയൽസും പൾസസും അതായത് ധാന്യവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും കമ്പൈൻ ചെയ്ത് കഴിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ബാക്കി പ്ലാന്റ് സോഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ സോയ പ്രോട്ടീനിലാണ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ മെഥിയോണിന്റെ അളവ് കുറവായിരിക്കും. എഗ് വൈറ്റ് പ്രോട്ടീനിൽ സോയ പ്രോട്ടീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3 times മോർ മെഥിയോണിൻ ആണ്. മെഥിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ് എഗ്ഗിലുള്ളത്. സോയ പ്രോട്ടീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3 മടങ്ങ് കൂടുതലാണ് എഗ്ഗില് മെഥിയോണിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിന്റെ പ്രസൻസ് ഉള്ളത്. ഇത്രയാണ് ബയോളജിക്കൽ വാല്യൂവിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തത് ബയോളജിക്കൽ വാല്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം അതാണ് നോക്കാൻ പോകുന്നത്. ബയോളജിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നൈട്രജൻ റിട്ടേൺഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നൈട്രജൻ അബ്സോർബ്ഡ്. അതായത് ബയോളജിക്കൽ വാല്യൂ നൈട്രജൻ റിട്ടേൺഡ് ഇൻറ്റു 100 ബൈ നൈട്രജൻ അബ്സോർബ്. ഇതാണ് ബയോളജിക്കൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയാനുള്ളത് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ എന്താണെന്നാണ്. PER പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോയുടെ ഷോർട്ട് ഫോം ആണ് PER. ഫസ്റ്റ് ഡെഫിനിഷൻ പറയാം, അത് കഴിഞ്ഞിട്ട് അതിന്റെ മീനിങ് പറയാം. പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ അഥവാ PER എന്ന് പറയുന്നത് it is the ratio of grams of body weight gained in specified time to the grams of protein consumed. അതെന്ന് പറയുന്നത് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. എന്ത് തമ്മിലുള്ള ഗ്രാംസ് ഓഫ് ബോഡി വെയിറ്റ് ഗെയിൻഡ് ഇൻ സ്പെസിഫൈഡ് ടൈം. ഒരു സ്പെസിഫിക് ടൈം കൊണ്ട് നമ്മുടെ നമ്മൾ എന്തുമാത്രം ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്തു, ഗ്രാംസിലാണ് കേട്ടോ. ഗ്രാംസ് ഓഫ് ബോഡി വെയിറ്റ് നമ്മൾ എന്തുമാത്രം ഒരു സ്പെസിഫിക് ടൈമിൽ നമ്മൾ എന്തുമാത്രം ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്തു, അത് ഗ്രാംസിൽ. ടു ദി ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ കൺസ്യൂംഡ്, നമ്മൾ എന്തുമാത്രം പ്രോട്ടീൻ കൺസ്യൂം ചെയ്തു അതും ഇൻ ഗ്രാംസ് ആണ്. ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഗ്രാംസ് ഓഫ് ബോഡി വെയിറ്റ് ഗെയിൻഡ് ഇൻ സ്പെസിഫൈഡ് ടൈം ടു ദി ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ കൺസ്യൂംഡ്. അതായത് ഒരു സ്പെസിഫിക് ടൈമിൽ നമ്മൾ ഗെയിൻ ചെയ്ത ബോഡി വെയിറ്റ് ഗ്രാംസ്, അതും പിന്നെ നമ്മൾ കഴിച്ച പ്രോട്ടീൻസ് അതിന്റെ നമ്മൾ കൺസ്യൂം ചെയ്ത പ്രോട്ടീൻസ് അതും ഗ്രാമില് അത് തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ. എഗ് വൈറ്റ് പ്രോട്ടീൻ ബയോളജിക്കൽ വാല്യൂന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ അതന്നെയാണ് ഇവിടെ പറയാനുള്ളത്. എഗ് വൈറ്റ് പ്രോട്ടീനിലാണ് ഏറ്റവും കൂടുതൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കാണുന്നതും അതിനാണ് നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് എഗ് വൈറ്റ് പ്രോട്ടീൻ ആണ്. പ്ലാന്റ് പ്രോട്ടീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ കണ്ടന്റ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ സീരിയൽസിലെ ലൈസിൻ കുറവാണ്, പൾസസിലെ മെഥിയോണിനും കുറവാണ്. പിന്നെ സോയ പ്രോട്ടീൻ ആണ് പ്ലാന്റ് സോഴ്സിലെ ഏറ്റവും റിച്ചസ്റ്റ് പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതില് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ആയിട്ടുള്ള മെഥിയോണിന്റെ അളവ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ എഗ് വൈറ്റ് പ്രോട്ടീൻ സോയ പ്രോട്ടീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ആയിട്ടുള്ള മെഥിയോണിൻ ഈ എഗ് വൈറ്റ് പ്രോട്ടീനിൽ 3 മടങ്ങ് കൂടുതലാണ്. ഇത്രയാണ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോനെ പറ്റി പറയാനുള്ളത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ബോഡി വെയിറ്റ് ഗെയിൻഡ് ഇൻ സ്പെസിഫൈഡ് ടൈം ടു ദി ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ കൺസ്യൂംഡ്. നമ്മൾ ഒരു സ്പെസിഫിക് ടൈമിന്റെ ഉള്ളിൽ എന്തുമാത്രം ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്തു അത് ഗ്രാമിൽ കണക്കാക്കുക, അതും പിന്നെ നമ്മൾ കൺസ്യൂം ചെയ്ത പ്രോട്ടീൻ അതും ഗ്രാമിൽ കണക്കാക്കുക. അത് തമ്മിലുള്ള റേഷ്യോനെയാണ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രോട്ടീന്റെ ക്വാളിറ്റി അളക്കാനുള്ള ഘടകം എന്ന് പറയുന്നത് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ് ആണ്.
ഈ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇത്രയും പറഞ്ഞ കേസിലൊക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ഫുഡ് എടുത്ത് നോക്കിയാല് ആ ഫുഡിലുള്ള എല്ലാ പ്രോട്ടീൻസും നമ്മുടെ ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാനോ അബ്സോർബ് ചെയ്യാനോ പറ്റത്തില്ല. അതായത് നമ്മുടെ ഫുഡിലുള്ള എല്ലാം കംപ്ലീറ്റ്ലി നമ്മുടെ ബോഡിക്ക് അത് അവൈലബിൾ അല്ല, ന്യൂട്രിയൻസ് അവൈലബിൾ അല്ല. ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ന്യൂട്രിയൻസ് നമ്മുടെ ബോഡി അബ്സോർവ് ചെയ്യുന്നതിൽ, ചില സമയത്ത് നമ്മുടെ ബോഡി അബ്സോർവ് ചെയ്യുന്നതിലും കൂടുതൽ ന്യൂട്രിയൻസ് നമ്മുടെ ഫീക്കസ് വഴി എക്സ്ക്രീറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ അലിമെന്ററി കനാൽ, അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനില് ട്രാക്റ്റില് നമ്മൾ അത് ഡൈജസ്റ്റ് ആവാതെ അല്ലെങ്കിൽ അബ്സോർബ് ആവാതെ ലാർജ് പ്രൊപ്പോർഷൻ നമ്മുടെ ഫീക്കസ് വഴി എക്സ്ക്രീറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത് ന്യൂട്രിയൻസിന്റെ കേസിൽ. ഈ digestibility of food is defined as the portion of food or nutrient which is not recovered in feces, the portion which has been absorbed by animal. ഈ ഡൈജസ്റ്റബിലിറ്റിയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എങ്ങനെ പറയാം നമ്മള്, അതായത് നമ്മുടെ ഫീക്കസിലൊക്കെ എക്സ്ക്രീറ്റ് ആയി പോവാത്ത, ഫീക്കസിലൂടെ ഒക്കെ എക്സ്ക്രീറ്റ് ആയി പോവാത്ത പോർഷൻ ഓഫ് ഫുഡ്, അതായത് നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പോർഷൻ ഓഫ് ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രിയൻസിനാണ് ഡൈജസ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫീക്കസ് വഴി എക്സ്ക്രീറ്റ് ആയി പോവാത്ത, നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്തിട്ടുള്ള ന്യൂട്രിയൻസിനാണ് ഡൈജസ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഡൈജസ്റ്റബിലിറ്റി ഓഫ് ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രിയന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്ത അബ്സോർബ് ചെയ്ത പോർഷൻ ഓഫ് ഫുഡ് ഓർ ന്യൂട്രിയന്റിനാണ് ഡൈജസ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫീക്കസ് വഴി എക്സ്ക്രീറ്റ് ആയി പോവാത്തത്. ഈ ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ് അഥവാ DC എന്ന് പറയുന്നത് കാണാൻ ഉണ്ട്. ന്യൂട്രിയൻസ് ഈറ്റൻ ഇൻ ഗ്രാം മൈനസ് ന്യൂട്രിയന്റ് ഇൻ ഫീക്കസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ന്യൂട്രിയൻസ് ഈറ്റൻ ഇൻ ഗ്രാം. നമ്മൾ എന്തുമാത്രം ന്യൂട്രിയൻസ് കൺസ്യൂം ചെയ്തു ഡെയിലി, അതിൻ ഗ്രാമിലാണ് കണക്കാക്കേണ്ടത്, മൈനസ് അതിനെ നമ്മുടെ ഫീക്കസിലുള്ള ന്യൂട്രിയൻസ് അതുമായിട്ട് മൈനസ് ചെയ്തിട്ട് ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡഡ് ബൈ ന്യൂട്രിയൻസ് ഈറ്റൻ ഇൻ ഗ്രാം. നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്ത ന്യൂട്രിയൻസ് ഗ്രാമിൽ കണക്കാക്കിയിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണ് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ് കാണാൻ പറ്റുന്നത്. അതും കൂടെ ഇക്വേഷൻ പറഞ്ഞുതരാം. അതായത് ഗ്രാമിലാണ് ഇതൊക്കെ കണക്കാക്കേണ്ടത്. ന്യൂട്രിയൻസ് ഈറ്റൻ നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്ത ന്യൂട്രിയൻസിന്റെ അളവ് അത് ഗ്രാമിൽ കണക്കാക്കാം, മൈനസ് ന്യൂട്രിയന്റ് ഇൻ ഫീക്കസ്, നമ്മുടെ ഫീക്കസ് വഴി എക്സ്ക്രീറ്റ് ആയി പോകുന്ന ന്യൂട്രിയൻസിന്റെ അതും കണക്കാക്കാം, ഇൻറ്റു 100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡഡ് ബൈ ന്യൂട്രിയൻസ് ഈറ്റൻ ഇൻ ഗ്രാം, നമ്മൾ കൺസ്യൂം ചെയ്ത ന്യൂട്രിയൻസ് അത് ഗ്രാമിൽ കണക്കാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണ് ഡൈജസ്റ്റബിലിറ്റി, ആ ഫുഡിന്റെ ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ് കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ബോഡി എന്തുമാത്രം ഫുഡിലുള്ള ന്യൂട്രിയൻസിന്റെ പോർഷനെ അബ്സോർബ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് കണക്കാക്കുന്നതാണ് ഈ ഇക്വേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തുമാത്രം എത്ര അളവിലാണ് ഫീക്കസ് വഴി എക്സ്ക്രീറ്റ് ആയി പോയത്, കുറച്ചാണോ കൂടുതലാണോ എന്ന് കണക്കാക്കുന്നതാണ് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ്. It is also the percentage of ingested proteins that are absorbed in the bloodstream. നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ന്യൂട്രിയന്റ് ആയിട്ടുള്ള പ്രോട്ടീന്റെ അബ്സോർപ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഡൈജഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എന്തുമാത്രം എത്ര പെർസെന്റേജ് ഓഫ് പ്രോട്ടീൻ നമ്മുടെ ബ്ലഡിൽ അബ്സോർബ് ചെയ്തു എന്നതാണ് ഈ ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ് അഥവാ DC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻജസ്റ്റഡ് നൈട്രജൻ മൈനസ് ഫീക്കൽ എക്സ്ക്രീറ്റഡ് നൈട്രജൻ. അതായത് നമ്മൾ ഇൻജസ്റ്റ് ചെയ്ത നൈട്രജൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു, പ്രോട്ടീനിലെ 60% ഓഫ് നൈട്രജൻ ആണ്. ഇതിന്റെ സ്ട്രക്ചറിൽ നൈട്രജന്റെ സാന്നിധ്യം ഉണ്ട്, നൈട്രജൻ എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് നൈട്രജന്റെ ഇത് വെച്ചിട്ട് ഈ ഇക്വേഷൻ ഒക്കെ പറയുന്നത്. അതായത് DC കണക്കാക്കാനുള്ള വേറൊരു ഇക്വേഷൻ ആണ് ഇൻജസ്റ്റഡ് നൈട്രജൻ. അതായത് നമ്മൾ കഴിച്ചിട്ടുള്ള ഫുഡിൽ നിന്നുള്ള നൈട്രജൻ അത് മൈനസ് ഫീക്കൽ എക്സ്ക്രീറ്റഡ് നൈട്രജൻ, നമ്മുടെ ഫീക്കസിൽ എന്തുമാത്രം എക്സ്ക്രീറ്റ് ആയി പോയ ഫീക്കസിൽ എന്തുമാത്രം നൈട്രജൻ ഉണ്ട് അത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴാണ്, സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ് അഥവാ DC എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ബോഡി എന്തുമാത്രം പ്രോട്ടീൻ യൂട്ടിലൈസ് ചെയ്തു, അബ്സോർബ് ചെയ്തു, നമ്മുടെ ബ്ലഡിൽ എന്തുമാത്രം അബ്സോർബ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കണക്കാക്കാൻ പറ്റും.
അടുത്തതാണ് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ, NPU. NPU എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് അമിനോ ആസിഡ് മാസ് കൺവേർട്ടഡ് ടു പ്രോട്ടീൻ ടു ദ മാസ് ഓഫ് അമിനോ ആസിഡ് സപ്ലൈഡ്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള അമിനോ ആസിഡിന്റെ രൂപത്തിലാണ് നമ്മുടെ ഫുഡിലൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു. ആ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന അമിനോ ആസിഡ്സ്, എത്ര അമിനോ ആസിഡ്സ് പ്രോട്ടീൻ ആയിട്ട് കൺവേർട്ട് ചെയ്തു, അതേപോലെ തന്നെ മാസ് ഓഫ് അമിനോ ആസിഡ് സപ്ലൈഡ്, നമ്മൾ എന്തുമാത്രം അമിനോ ആസിഡ് കഴിച്ചു, അതേപോലെ തന്നെ എന്തുമാത്രം അമിനോ ആസിഡ് പ്രോട്ടീനായിട്ട് കൺവേർട്ട് ആയി, അത് തമ്മിലുള്ള റേഷ്യോനെയാണ് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ പറയാം, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് അമിനോ ആസിഡ് മാസ് കൺവേർട്ടഡ് ടു ദ പ്രോട്ടീൻ ടു ദ മാസ് ഓഫ് അമിനോ ആസിഡ് സപ്ലൈഡ്. അതായത് നമ്മൾ എന്തുമാത്രം അമിനോ ആസിഡ് സപ്ലൈ ചെയ്തു, അതായത് നമ്മുടെ ഫുഡിൽ എന്തുമാത്രം അമിനോ ആസിഡ് ഉണ്ടായിരുന്നോ അതും, പിന്നെ നമ്മുടെ ഫുഡിലുള്ള അമിനോ ആസിഡ് എന്തുമാത്രം അമിനോ ആസിഡ്, എല്ലാ അമിനോ ആസിഡും നമ്മുടെ ബോഡിക്ക് കംപ്ലീറ്റ് ആയിട്ടും പ്രോട്ടീനായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ, അബ്സോർബ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം എന്തുമാത്രം അമിനോ ആസിഡ് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള അമിനോ ആസിഡ് എന്തുമാത്രം പ്രോട്ടീനായിട്ട് കൺവേർട്ട് ആയി, അത് തമ്മിലുള്ള റേഷ്യോനാണ് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള, ഈ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയുന്നത്, കൺഫ്യൂഷൻ വരും ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ, സെയിം ഡെഫിനേഷൻ ആയിട്ട് തോന്നും, അതുകൊണ്ടാണ് ഒന്നും കൂടെ പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള അമിനോ ആസിഡ്സ് ആയിട്ടാണ് നമ്മുടെ ഫുഡിലുള്ളതെന്ന് പറഞ്ഞു. ആ അമിനോ ആസിഡ്സിനെ നമ്മുടെ ബോഡിക്ക് എന്തുമാത്രം, എത്ര പെർസെന്റേജ് അല്ലെങ്കിൽ എത്ര അമിനോ ആസിഡ്സിനെ നമ്മുടെ ബോഡിക്ക് പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയോ അതും, പിന്നെ നമ്മൾ ടോട്ടലി എത്ര അമിനോ ആസിഡ്സ് കൺസ്യൂം ചെയ്തു അതും തമ്മിലുള്ള റേഷ്യോനെയാണ് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. The net protein utilization or NPU of a food is the percentage of protein obtained in that food which is retained by the body after the food has been eaten. അതായത് ഇതൊരു പെർസെൻറ്റേജ് ആയിട്ട് കണക്കാക്കാം. പെർസെൻറ്റേജ് ഓഫ് ആ ഫുഡിലുള്ള പ്രോട്ടീൻ്റെ പെർസെൻറ്റേജ്, അതായത് ബോഡി റിട്ടേൺ ചെയ്ത ആ ഫുഡിലുള്ള പ്രോട്ടീൻ്റെ പെർസെൻറ്റേജ്, അതായത് നമ്മൾ ഫുഡ് കൺസ്യൂം റിട്ടേൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ബോഡി എന്തുമാത്രം പ്രോട്ടീനെ റിട്ടേൺ ചെയ്തു എന്നുള്ളതിന്റെ പെർസെൻറ്റേജ് ആണ് NPU എന്ന് പറയുന്നത്. NPU കണക്കാക്കാൻ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് BB × DC, അതായത് ബയോളജിക്കൽ വാല്യൂ, ആ ഫുഡിന്റെ ബയോളജിക്കൽ വാല്യൂ പിന്നെ ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ അഥവാ NPU കിട്ടും. അതേപോലെ തന്നെ വേറൊരു ഇക്വേഷൻ ആണ് നൈട്രജൻ റിട്ടേൺഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നൈട്രജൻ ഇൻഡെക്സ്. ഈ ഇക്വേഷനും ബയോളജിക്കൽ വാല്യൂവിന്റെ ഇക്വേഷനും സെയിം ആയിട്ട് തോന്നാം, പക്ഷെ സെയിം അല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ബയോളജിക്കൽ വാല്യൂവിന്റെ കേസിൽ പറഞ്ഞ ഫസ്റ്റ് നൈട്രജൻ റിട്ടേൺഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നൈട്രജൻ അബ്സോർബ്ഡ് ആണ്. പക്ഷെ ഇവിടെ NPU അഥവാ നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷന്റെ കേസിൽ നൈട്രജൻ റിട്ടേൺഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നൈട്രജൻ ഇൻടേക്ക് ആണ്. അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, മാർക്ക്. അങ്ങനെയാണ് നമ്മൾ നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ അഥവാ NPU കണക്കാക്കുന്നത്. വേറൊരു രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഫുഡിന്റെ ബയോളജിക്കൽ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതേപോലെ തന്നെ DC ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റിന്റെയും ബയോളജിക്കൽ വാല്യൂവിന്റെയും ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രൊഡക്റ്റ് ആണ് NPU അഥവാ നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയാനുള്ളതാണ് റെസ്പിറേറ്ററി കോഷ്യന്റ് അല്ലെങ്കിൽ RQ. RQ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട് ആൻഡ് വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ബൈ ദ ഹ്യൂമൻ സബ്ജക്ട്സ്. ഒരു ഹ്യൂമൻ കൺസ്യൂം ചെയ്യുന്ന വോളിയം ഓഫ് ഓക്സിജൻ, എന്തുമാത്രം ഓക്സിജൻ നമ്മൾ കൺസ്യൂം ചെയ്തു അതും നമ്മൾ എന്തുമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിട്ടു, അതും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ പറയാം, ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട്, നമ്മൾ എന്തുമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിട്ടു അതും, പിന്നെ വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ്, നമ്മൾ എന്തുമാത്രം ഓക്സിജൻ കൺസ്യൂം ചെയ്തു അതും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്
out and volume of oxygen consumed by the human subjects. അതിനെയാണ് റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ ഫുഡിലുള്ള മെയിൻ ന്യൂട്രിയൻസ് ആണ്, മാക്രോ ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ മൂന്ന് ന്യൂട്രിയൻസിന്റെ കേസ് എടുത്താൽ അതിന് ഓക്സിഡേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ അതിന്റെ ആർക്യു എത്രയൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ കേസിലാണെങ്കിൽ അതിന് ഓക്സിഡേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ അതിന്റെ റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്നത് 1.0 ആണ്, അതായത് 1 ആണ്. ഇനി ഫാറ്റിന് മാത്രമാണ് ഓക്സിഡേഷൻ സംഭവിച്ചതെങ്കിൽ അതിന്റെ റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്നത് 0.7 ആണ്. അതേപോലെ തന്നെ പ്രോട്ടീന്റെ പ്രോട്ടീന് ഓക്സിഡേഷൻ നടന്നിട്ട് അതിന്റെ റെസ്പിറേറ്ററി കോഷ്യന്റ് ആർക്യു എന്ന് പറയുന്നത് 0.82 ആണ്. ഇത്രയുമാണ് റെസ്പിറേറ്ററി കോഷ്യന്റ് അഥവാ ആർക്യുവിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ആർക്യു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്നും കൂടെ പറയാം. വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട്, പിന്നെ വോളിയം ഓഫ് ഓക്സിജൻ ഇൻ, അതിന്റെ റേഷ്യോനാണ് റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് മാത്രം, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ന്യൂട്രിയന്റിന് മാത്രം ഓക്സിഡേഷൻ നടന്നിട്ട് കിട്ടുന്ന ആർക്യു ആണ് 1. അതേപോലെ തന്നെ ഫാറ്റ് എന്ന് പറഞ്ഞാൽ മാക്രോന്യൂട്രിയന്റിന് മാത്രം ഓക്സിഡേഷൻ നടന്നിട്ട് കിട്ടുന്ന റെസ്പിറേറ്ററി കോഷ്യന്റ് ആണ് 0.7. അതേപോലെ തന്നെ പ്രോട്ടീൻ ഓക്സിഡേഷൻ നടന്നിട്ട് കിട്ടുന്ന റെസ്പിറേറ്ററി കോഷ്യന്റ് ആണ് 0.82 എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ആവറേജ് മീൽ ഒരു മനുഷ്യൻ ഒരു 20% ഫാറ്റ്, 20% ഫാറ്റും 70% കാർബോഹൈഡ്രേറ്റും, 70% കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ ആർക്യു, ടോട്ടൽ റെസ്പിറേറ്ററി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 0.82 ആയിരിക്കും. ഒരു ആവറേജ് മീൽ, ഒരു സാധാരണ ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് കഴിക്കുന്ന ഒരു ഫുഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 10% പ്രോട്ടീനും 20% ഫാറ്റും 70% കാർബോഹൈഡ്രേറ്റും ഉണ്ടെങ്കിൽ അതിന്റെ റെസ്പിറേറ്ററി കോഎഫിഷ്യന്റ് ആർക്യു എന്ന് പറയുന്നത് 0.82 ആയിരിക്കും. ഇത്രയും ഘടകങ്ങളാണ് ഒരു പ്രോട്ടീൻ, നമ്മുടെ ഫുഡിലുള്ള പ്രോട്ടീനിന്റെ ക്വാളിറ്റി അളക്കാനുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാല്. കൺഫ്യൂസിങ് ആണോന്ന് അറിയില്ല. ഫസ്റ്റ് ആണ് ബയോളജിക്കൽ വാല്യൂ, നെക്സ്റ്റ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ, പിന്നെ ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ്, നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ, അതേപോലെ തന്നെ അടുത്ത ലാസ്റ്റ് വൺ ആണ് റെസ്പിറേറ്ററി കോഷ്യന്റ്. ഇത്രയും വെച്ചിട്ടാണ് നമ്മുടെ ഫുഡിലുള്ള അമിനോ ആസിഡ്സ് അഥവാ നമ്മുടെ പ്രോട്ടീനിന്റെ ക്വാളിറ്റിനെ നമ്മൾ അളക്കുന്നത്. നമ്മുടെ ഫുഡ് റിച്ച് പ്രോട്ടീൻ ആണോ അഥവാ ലോ പ്രോട്ടീൻ ആണോ, എന്തുമാത്രം പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും, അല്ലെങ്കിൽ എന്തുമാത്രം അമിനോ ആസിഡ് നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും, അതേപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസിനൊക്കെ ഹെൽപ്ഫുൾ ആണ് എന്ന് തീരുമാനിക്കുന്ന കുറെ പാരാമീറ്റേഴ്സ് ആണ് ഇത്രയും പറഞ്ഞത്. എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാത്തിന്റെ ഡെഫിനിഷൻ മാത്രം ഒന്നും കൂടെ വായിച്ചുവിടാം. ബയോളജിക്കൽ വാല്യൂവിന്റെ ഡെഫിനിഷൻ ആണ്: ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് അബ്സോർബ്ഡ് പ്രോട്ടീൻ ഫ്രം എ ഫുഡ് which become incorporated into the protein of the organism's body. അതായത് ബയോളജിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാല് എന്തുമാത്രം, എത്ര പ്രൊപ്പോർഷൻ ഓഫ് പ്രോട്ടീൻ, അതൊരു പ്രൊപ്പോർഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് എന്തുമാത്രം ഫുഡിലുള്ള എന്തുമാത്രം പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുമോ, ആ അബ്സോർബ് ചെയ്ത പ്രോട്ടീനിൽ എന്തുമാത്രം നമ്മുടെ ബോഡീനെ പ്രോട്ടീൻ സിന്തസിസിനെ ഹെൽപ്ഫുൾ ആക്കി, അതാണ് ബയോളജിക്കൽ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് എത്ര പെട്ടെന്നാണ് നമ്മൾ കഴിച്ച ഫുഡിലുള്ള പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുകയും പ്രോട്ടീൻ സിന്തസിസിനെ യൂട്ടിലൈസ് ചെയ്യാനും പറ്റിയത്, അതാണ് ബയോളജിക്കൽ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ കഴിക്കുന്ന ഫുഡിലുള്ള എത്ര പെർസെന്റേജ് ഓഫ് ന്യൂട്രിയന്റ് അഥവാ പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി, അതാണ് ബയോളജിക്കൽ വാല്യൂ. ഇനി പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഗ്രാംസ് ഓഫ് ബോഡി വെയിറ്റ് ഗെയിൻഡ് ഇൻ സ്പെസിഫൈഡ് ടൈം ടു ദ ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ കൺസ്യൂംഡ്. അതായത് നമ്മളൊരു സ്പെസിഫിക് ടൈമിൽ എന്തുമാത്രം ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്തു അത് ഗ്രാമിൽ കണക്കാക്കാം. അതേപോലെ തന്നെ നമ്മൾ എന്തുമാത്രം പ്രോട്ടീൻ കൺസ്യൂം ചെയ്തു അതും ഗ്രാമിൽ കണക്കാക്കാം. ആ രണ്ടും കൂടെയുള്ള റേഷ്യോനാണ് പ്രോട്ടീൻ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത്. എഗ് വൈറ്റ് പ്രോട്ടീനിലാണ് ബയോളജിക്കലി നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റിയ
അമിനോ ആസിഡ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എഗ്ഗിനാണ് കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. 96 ആണ് അതിന്റെ ബയോളജിക്കൽ വാല്യൂ. പ്ലാന്റ് പ്രോട്ടീൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സോയ പ്രോട്ടീനിലാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ അതിന് മെഥിയോണിൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. എഗ് പ്രോട്ടീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ സോയ പ്രോട്ടീനെ വെച്ച് നോക്കുമ്പോൾ 3 മടങ്ങാണ് മെഥിയോണിൻ, സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ആയിട്ടുള്ള മെഥിയോണിൻ കൂടുതലുള്ളത്. പിന്നെ വെജിറ്റേറിയൻസ് എപ്പോഴും ഫുഡ് കമ്പൈൻ ചെയ്ത് വേണം കഴിക്കാൻ. അതായത് ധാന്യവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും ഒരുമിച്ച് വേണം കഴിക്കാൻ. എങ്കിലേ ബയോളജിക്കൽ വാല്യൂ കൂടുകയും അതേപോലെ തന്നെ നമ്മുടെ ഫീക്കസ് വഴി എക്സ്ക്രീറ്റ് ആയി പോകുന്ന നൈട്രജൻ അഥവാ പ്രോട്ടീന്റെ കണ്ടന്റ് കുറയ്ക്കാനേ പറ്റുള്ളൂ. ബയോളജിക്കൽ വാല്യൂ കൂടിയ ഫുഡ് കഴിച്ചാൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും ബാക്കി പ്രോട്ടീൻ സിന്തസിസിനൊക്കെ ഹെൽപ്പ് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് വെജിറ്റേറിയൻസും മസ്റ്റ് ആയിട്ടും ഈ പ്രോട്ടീൻ സോഴ്സസ് അതായത് കമ്പൈൻ ചെയ്ത് വേണം കഴിക്കാൻ. അതുകൊണ്ട് അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ തനിയെ ഇപ്പൊ സീരിയൽസ് മാത്രം അടങ്ങിയിട്ടുള്ള ഫുഡാണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ അതിൽ ചില അമിനോ ആസിഡ്സ് ഡെഫിഷ്യന്റ് ആയിരിക്കും. അതേപോലെ തന്നെ പൾസസ് പയറുവർഗ്ഗങ്ങൾ മാത്രമാണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ അതിലും ചില അമിനോ ആസിഡ്സ് ഡെഫിഷ്യന്റ് ആയിരിക്കും. പക്ഷെ ഈ സീരിയൽസിൽ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് പൾസസിൽ കാണും. ഈ പൾസസിൽ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് സീരിയൽസിലും കാണും. അങ്ങനെ നോക്കുമ്പോൾ അത് കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ പ്രോട്ടീന് നമ്മുടെ ശരീരത്തിൽ ചെല്ലുകയും അത് അബ്സോർബും യൂട്ടിലൈസും ചെയ്യാൻ ബോഡിക്ക് പറ്റുകയും ചെയ്യും. അതുവഴി പ്രോട്ടീൻ സിന്തസിസും ബാക്കി അമിനോ ആസിഡ്സിന്റെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് കമ്പൈൻ ചെയ്ത് വേണം കഴിക്കാൻ. കമ്പൈൻ ചെയ്യുമ്പോൾ ആ കമ്പൈൻഡ് ഫുഡിന്റെ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ബോഡിക്ക് അത്ര അബ്സോർബ് ചെയ്യാനും ഫീക്കസ് വഴി എക്സ്ക്രീറ്റ് ആയി പോകുന്ന നൈട്രജൻ അല്ലെങ്കിൽ അമിനോ പ്രോട്ടീന്റെ കണ്ടന്റ് കുറയ്ക്കാനും സാധിക്കും. ഇനി അടുത്തത് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ് അഥവാ DC എന്ന് പറഞ്ഞാല് ന്യൂട്രിയന്റ് ഈറ്റൻ മൈനസ് ന്യൂട്രിയന്റ് ഇൻ ഫീക്കസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ന്യൂട്രിയന്റ് ഈറ്റൻ ഇൻ ഗ്രാം. അതാണ്, അതായത് നമ്മുടെ ഫുഡിലുള്ള എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസും നമ്മുടെ ബോഡിക്ക് അവൈലബിൾ അല്ല. എന്തുമാത്രം പ്രോട്ടീൻ ഈ ഫീക്കസ് വഴി പോകാതെ എന്തുമാത്രം ആ ഫുഡിലുള്ള എത്ര പോർഷൻ ഓഫ് ന്യൂട്രിയന്റ് നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റി, അതാണ് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എത്ര പെർസെന്റേജ് ഓഫ് ഇൻജസ്റ്റഡ് പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് ബ്ലഡിൽ അബ്സോർബ് ചെയ്യാൻ പറ്റി, അതിന്റെ ആ പെർസെന്റേജിനെയാണ് ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാല് അതായത് നമ്മുടെ ബോഡിക്ക് എന്തുമാത്രം എത്ര പെർസെന്റേജ് ഓഫ് പ്രോട്ടീൻ ഫുഡിലുള്ള എത്ര പെർസെന്റേജ് ഓഫ് പ്രോട്ടീൻ റിട്ടേൺ ചെയ്യാൻ പറ്റി. നമ്മൾ ഫുഡ് കൺസ്യൂം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഫുഡിലുള്ള എത്ര പെർസെന്റേജ് ഓഫ് പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റി, അതാണ് നെറ്റ് പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ അഥവാ NPU കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസ്പിറേറ്ററി കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാല് അത് നമ്മൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഓക്സിജൻ, വോളിയം ഓഫ് ഓക്സിജനും വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ള റേഷ്യോനാണ് റെസ്പിറേറ്ററി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിന്റെ RQ അഥവാ റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഫാറ്റിന്റെ ഓക്സിഡേഷൻ സംഭവിച്ചു കഴിയുമ്പോഴുള്ള റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ 0.7. പ്രോട്ടീനിന്റെ റെസ്പിറേറ്ററി കോഷ്യന്റ് അഥവാ RQ എന്ന് പറഞ്ഞാല് 0.82 ആണ്. ഒരു ആവറേജ് മീലില് 10% പ്രോട്ടീനും 20% ഫാറ്റും 70% കാർബോഹൈഡ്രേറ്റും ആണ് അടങ്ങിയിട്ടുള്ളതെങ്കിൽ ആ മീലിന്റെ അഥവാ റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്നത് 0.82 ആയിരിക്കും. ഇത്രയുമാണ് ഇവാലുവേഷൻ ഓഫ് പ്രോട്ടീൻ ക്വാളിറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.